അപ്പോൾ എന്നിട്ട് ചെന്നിട്ടായെങ്കിൽ പഠിക്കുക മനസ്സിന്നിട്ടായി എപ്പം വേണം പഠിക്കുക ചൊಂತು പഠിച്ചെങ്കിലೇ ಬೆಲೆ ಹುಲ್ಲಾಂಡೆ ಚೊಂತು പഠിച്ചെങ്കിൽ ആൾമാർ ഞങ്ങൾ ഓർമ്മ ആക്കിക്കൊണ്ട് ഇക്കുവാറ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഖബർഗിനെ തന്നോണ്ടു ഇക്കുവാറ് ഞങ്ങൾ മറിച്ചെങ്കിൽ നിങ്ങളെ ബോബടെ 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 ബോബ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായില്ലേ അള്ളാഹു അല്ല പിടിയേ ഇല്ല അത് ആറ് അള്ളാഹു അല്ല ഞങ്ങൾക്ക് ಗೊಂತೇ ಇಲ್ಲ ನಕ್ಕಡಕ್ಕೆ ಬೋಬಡೆ ಗೊಂತನು അതിൽ അബ്ബടെ ബിസ ഉമ്മ ചൊല്ലു ಬಟ್ ಆ ಬೋಬಡೆ ಬೋಬಡೆ ಬಾಬು ಅಲ್ಲಾಹು ಮೇಲೆ ಹಿಸ್ಟರಿ ವಾಡಮೇಲೆ ಜನಿച്ചതോടെ നക്കിൻ്റെ പിടിയേ ഇല്ല ಗೊಂತೇ ഇല്ല അതേ ടൈമിൽ ഷാഫി ഇമാം റളിയല്ലാഹു ജനിച്ചതോടെ കേട്ടെന്നായെങ്കിൽ ചെറിയ മക്കടക്കം 5ാം ക്ലാസ് വരെ മക്കടക്കം ചൊല്ലറ ഗസ ഗാസ ಅಂತ ചൊല്ലാറ് അബു ഹനീഫ ഇമാം റളിയല്ലാഹു ഉസ്താദ് ഉണ്ട് ചൊല്ലാറ് എല്ലാം ചൊല്ലറ് എന്തുകൊണ്ട് ഷാഫി ഇമാം റളിയല്ലാഹു ആക്കിയത് ഒരേ സ്വറായിട്ട് ഇൽമ പഠിച്ചിട്ട് അത് ആൾമാർക്ക് പഠിപ്പാട്ടിത്തുണ്ട് ഇൽമ പഠിച്ചെങ്കിലേ ബലം ഉണ്ടാവത്രയുണ്ട് രാജസ്ഥാന് പോയിട്ട് 2 വിഷയമാണ് കണ്ടുകൊണ്ടുള്ളത് ഒന്നായിട്ട് താജ്മഹൽ ഉണ്ടാക്കിയതാറ് ഷഹജാൻ ചക്രവർത്തി മുഗൾ ചക്രവർത്തി കുറേ വിപ്ലവങ്ങൾ കാണിച്ച ചക്രവർത്തിയും കൂടിയാണ് അതിൽ പ്ലസ്സും ഉണ്ട് മൈനസ്സും ഉണ്ടാവാം അതിൽ നല്ല മതഹാക്കിടങ്ങളുള്ളവർ ഇതിനിടെയെല്ലാം ഇങ്ങനെ ചെന്നപ്പോൾ ഒരു ക്ലാസ്സിൽ ചെന്നപ്പോൾ ഒരാൾ ദുസ്ത ഷഹജാൻ്റെ അങ്ങനെ ചൊല്ലൊക്കെ തീരാൽ കുറേ വിഷയമെല്ലാം ഉണ്ട് അത് നല്ല ബഹുമാനം ഓക്കെ ആയിട്ടിക്കു അല്ല ചൊല്ലല്ല ನನಗೆ ಇಷ್ಟ ಅದು അത്രയൊന്നുമില്ല ഇതെല്ലാം ಗೊಂತನು ഷാജഹാൻ മുഗൾ ചക്രവർത്തി കുറേ ആലിമികളെ ബഹുമാനിച്ചിരുന്ന ചക്രവർത്തിയും കൂടിയാണ് ഈ കാരണം മുഗൾ ചക്രവർത്തി ഇഷ്ടം കുറേ ഉണ്ട് താജ്മഹൽ മുംതാസിൻ്റെ പേരിലാണ് കിട്ടിയത് മുംതാസിന് പിരിച്ച ആളാണ് സ്മരണിലുണ്ടാക്കിയ ബിൽഡിംഗ് അല്ലേ താജ്മഹൽ അതിന് മുട്ട യമുന നദിയുണ്ട് വല്ലാത്തൊരു സീനറിയാവ താജ്മഹൽ അതൊക്കെ പോയ ഖുർആനിൽ ಕೆತ್ತನೆಲ್ಲ എഴുതിയിരാറ് താജ്മഹൽ വല്ലാത്തൊരു നല്ലൊരു കാത്തു ബണ്ട് അപ്പാ എല്ലാം അപ്പം അത് കാണുക ഒരു ಖುಷಿಯೇ ಬೇರೆ താജ്മഹൽ എല്ലാ കപ്പിൾസിങ്ങും പ്രേമിങ്ങും അല്ലാത്തങ്ങും എല്ലാവരും പോണ്ടാറ് അവിടേക്ക് പോയിണ്ടാറ് ಫೋಟೋ എടുക്കിടാറ് പോതുറാറ് നോക്കിടാറ് ആസ്വദിക്കിടാറ് ഉണ്ടല്ലാണ്ട് അതിലൊക്കെ 2 ഖബറുണ്ട് താജ്മഹൽ പിന്നെ 2 ഖബറുണ്ട് ചില മക്ബറ പോലെ കിട്ടിയിരാറ് ഒന്നായിട്ട് മുംതാസിറത് പിന്നെ ഒന്നാണ് ഷാജഹാൻ്റെ ഇതുവരെ പോയങ്ങ ഞങ്ങൾ അടക്കം പോയിടാ ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയങ്ങ പോണ്ടറ് ബണ്ടറ് നോക്കിടാറ് ഫോട്ടോ എടുക്കിടാറ് ഇതല്ലാണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഫാത്തി അടക്കം ഓദ്യുണ്ടില്ല ഓദ്യം ഇക്കുവരണക്ക് പിടിയില്ല ബട്ട് ഞാനവിടെ നോക്കിയപ്പോൾ എത്ര മുസ്ലിമുള്ള എന്തും ഒരു നോക്കുടേണ്ടല്ലാണ്ട് പോതുരേണ്ടല്ലാണ്ട് വേറെ എന്തും നടന്നോണ്ടില്ല ഇവിടെ എന്തിൻ്റെ പിടിയായോണ്ടില്ല അതേ ടൈമിൽ ഒരു 100-200 കിലോമീറ്റർ കഴിഞ്ഞിട്ടായെങ്കിൽ അജ്മീർ ചൊല്ലൊരു പക്കമുണ്ട് അജ്മീർക്ക് ട്രെയിനിൽ ഇരിയലോട് കൂടി അജ്മീർ ചിലർ പേര് കാണലോട് കൂടി മനസ്സ് എന്തൊരു സമാധാനം ಗೊಂತಾയോട്ടില്ല അത്രയും സമാധാനം ಖುಷಿ എന്തൊരു അള്ളാഹ് വല്ലാത്തൊരു ಖುಷಿ ഞാൻ അജ്മീರಿಗೆ എത്തിയല്ലേ അപ്പം ചിലപ്പോൾ ഫാത്തിയ ബായിൽ വന്നിട്ടായിട്ട് അജ്മീർ ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽ പിന്നെ ഖുർആൻ ഓത്തു തഹ്ലീല് സ്വലാത്ത് ദുആ എല്ലാം ആത്മീയമായ ചിന്തന വേറെ ഒന്നും അവിടെ നടന്നുകൊണ്ടില്ല എന്തിനു ಗೊಂತಾയോണ്ടില്ല എന്തുകൊണ്ട് അജ്മീരിൽ അങ്ങനെ ആയി തൂടി ഇങ്ങനെ ആയി അജ്മീർ ഷേഖ് ആക്കിയ ഒരേ കാര്യമാണ് ഇൽമ പഠിച്ചിട്ട് ആൾമാർക്ക് പഠിപ്പാട്ടിത്തുണ്ട് ഇൽമ പഠിച്ചെങ്കിലൂടെ ബലം ഉണ്ടാവും ഒരു ಚಿಂತೆಗೆ ಚೊಲ್ಲೋರು ಕತೆ ಉಂಟು ಇದು ಕಲವು ಚೊಲ್ಲೋನೆಂಗೂ ಇಲ್ಮು ಬೇನುಂಟು ಕಲವು ಚೊಲ್ಲೋದು ತೀರ ಅದು ಹರಾಮಾನು ಬಟ್ ಅಯ್ಯಲ್ ಚೊന്ന പോലെ കലവ് ചൊല്ലോണെങ്കിൽ എന്തിനു വേണു ഇൽമു വേണു ചൊന്നുണ്ട് അയാൾ അതിക്കൊരു കത്തിർത്ത ബന്ധമുണ്ട് അയാൾ ഒരുത്ത പോയിട്ട് ഒരു ചെറുക്ക പോയിട്ട് മദ്രസ ചെറുക്ക പോയിട്ട് ഉസ്താദ് കേട്ടാവಲ್ಲ ರಬೀಲ್ ಅವಲ್ ತಿಂಗಳು ಮೀಲಾದ್ ತಿಂಗಳು ರಜೆ ಕೇಕಡೆ ಉಸ್ತಾನಕ್ಕೆ ರಜೆ ಬೇನು ಉಂಟು ಆ ಟೈಮಲ್ಲಿ ಉಸ್ತಾದಕ್ಕೆ ಹೇಳ್ತಾರಲ್ಲ ಬೆಂದೆ ಇಕ್ಕ ನಿಕ್ಕ ರಜೆ ಅಂತ അല്ല ഇപ്പം മീലാദ് തിങ്കളിലെ പാട്ട് പ്രസംഗമുണ്ട് മദ്രസ ഉണ്ട് കിതാബ് നോക്കണു പാട്ട് പ്രസംഗം നോക്കും എല്ലാം ടഫാണ് ആ ടൈമിൽ ഒരു ഉസ്താദ് നേരിട്ട് വല്ലാത്തൊരു കട്ടത് റബീൽ അവൽ ചെന്നൊരു കാര്യമില്ല അത്ര കഷ്ടമുണ്ട് എല്ലാം നോക്കിയോ പോകണം മദ്രസത്തെ വിഷയം നോക്കിയോണം സബ്ജക്റ്റ് നോക്കണു പിന്നെ എക്സാം നൈക്ക് റെഡി ആവണു അല്ലെങ്കിൽ മക്കൾ പഠിക്കു ട്രൈ ആക്കണം പാട്ട് പ്രസംഗം അപ്പം അതെല്ലാം ഒരു ഉസ്താദ് നേരിട്ടൊരു വിഷയിക്കട്ടെ അങ്ങനെ എന്തൊരു ചെന്നിട്ടായെങ്കിൽ ಆ ಟೈಮಲ್ಲಿ ನೀ ರಜೆ ಕೇಳ್ದ ಸಮಲ್ಲ ನಾ ರಜೆ ತಂಡಿಲ್ಲ ಅಂತ ಅಲ್ಲೂ ಸಹ ನಕ್ಕ ರಜೆ ಬೇನೆಂಟು ಆಯ್ತಪ್ಪ ನಿಕ್ಕ ರಜೆ ಎಂದಿಕ್ಕು ಚೊಲ್ಲೋ ಹಠ ಬಿಡಿച്ച ಪುಸ್ತಕ ಇಡ್ತಲ್ಲ ಎಂದಿಕ್ಕ ರಜೆ ಇನ್ನು ಚೊಲ್ಲೋ ಉಂಟು ಆ ಟೈಮಲ್ಲಿ ಆಯ್ತು ಒಂದು ಚೊಲ್ಲೆ ನಂದು ಉಮ್ಮ ಹಬ್ಬ ನಾಳೆ ಕಲೆ ಹಜ್ಜಿಗೆ പോകണ്ട ರೈಕ ರಜೆ ಅಂತ ಹಜ್ಜಿಗೆ പോകണ്ട ತಿಂಗಳೇదో ಚೊಲ್ಲೋರು ದುಲ್ಹಿಜ್ಜೆ ತಿಂಗಳಲ್ಲಿ ഓൻ കേട്ടോളൂ തിങ്കളേതോ റബീൽ അവൽ തിങ്കൾ ഒച്ചെന്തല്ല എന്തില്ല നിൻ്റെ കലവസ അവിടെ നടന്നുകൊണ്ടില്ല മര്യാദയിൽ പോയിട്ട് പടി ദുൽഹിജ്ജ തിങ്കൾ പോകണ്ട ഹജ്ജിൻ്റെ വിഷയം ഇപ്പം ചൊല്ലേമ്മ ഇന്ന് നിൻ്റെ കലവ് നടക്കലുണ്ടാ ഞങ്ങൾക്ക് എപ്പന്മാരുണ്ടാ മര്യാദയിൽ പോയിട്ട് പടിയുണ്ട് ഓൺ കുടുങ്ങിയ ഓൺ കലവ് ചൊല്ലുക തിരിഞ്ഞില്ലാണ്ട് അപ്പോൾ ഇതൊരു കഥയാണ് അതിലെടുത്ത് വന്നല്ലേ അപ്പോൾ കലവ് ചൊല്ലണമെങ്കിൽ ഇൽമ ಬೇನು കലവ് ചൊല്ലുക തീരത് ഹറാമാടാവാ ബട്ട് അതിൽ ചൊല്ലോ എല്ലാത്തും ഇൽമിന്നെങ്കിലേ ಬೇರೆ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എഡ്യൂക്കേഷന് നല്ല സപ്പോർട്ട് കൊടുക്കണം അത് ഞങ്ങളൊരു അഭിപ്രായത്തിൽ ചൊല്ലേണ്ട ഒരു 25 വയസ്സോളം ഒരു 24-25
ഇരുപത്തഞ്ച് പഠിച്ചുകൊണ്ടിരിക്കും. നിരന്തരമായിട്ട് പഠിപ്പു സ്കൂളും കോളേജും പഠിക്കുന്നു, ಧಾರ್ಮಿಕമായി 2 ಶಿಕ್ಷಣ പഠിക്കുന്നു. ഒരു ಶಿಕ್ಷಣದ ಮೇಲೆ ಮಾತ್ರ ಡಿಪೆಂಡ್ ಆಗೋದು ತೀರಾ ಅದು ವಾಡಿಗೆಲ್ಲೆತ್ತು ദർസും വേണം ഇതും വേണം. ഇപ്പം എല്ലാം ഉണ്ടല്ലേ, പഠിക്കണമെങ്കിൽ എല്ലാം ഉണ്ട്. സയൻസ് അടക്കം ദർസൽ പഠിപ്പാക്കിയോ ഉണ്ട്. മുഞ്ഞോട്ടുള്ള കിട്ടിയതല്ല ഡോക്ടറാണ് ഈ നെക്സ്റ്റ് അല്ല ഹാഷിമി പാസും ആവുdu. ഞങ്ങളെ ഈ കോളേജ് സക്കാഫിമാർ ഡോക്ടർമാർ അഡ്വക്കേറ്റ്മാർ ഇന്നാർ, എഞ്ചിനീയർമാരെല്ലാം ഇന്നാർ. പഠിക്കുക ജേർണലിസം ആക്കിയെന്ന ജേർണലിസ്റ്റുമാരടക്കം ഇന്നാർ. അപ്പോൾ പഠിക്കും മനസ്സിന്നുണ്ടായെങ്കിൽ എപ്പോൾ വരുതെങ്കിൽ പഠിക്കണം. ഞങ്ങളെ മക്കളെ പഠിപ്പാട്ടണം. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നിലക്കും പൈസത്തെ മേലെ നോക്കാണ്ട് പഠിക്കുക, നിരന്തരമായിട്ടൊരു സപ്പോർട്ട് കൊടുക്കുക. പഠിപ്പാണ് ഈ ദുനിയാവരെ മടിമേലാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമ പഠിക്കുകയും പഠിപ്പാട്ടവും അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. 3 എപ്പിസോഡായിട്ടാണ് ഇത് ഇറക്കിയത്. നിങ്ങൾ നോക്കിയിട്ട് ബാരിക്കിൻ്റെ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആക്കോറും ഷെയർ ആക്കോറും ദുആ വസിയത്തോടെ പിരിസൈക്കട്ടെ. അസ്സലാമു അലൈക്കും.